ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വരാൻ പോകുന്ന പ്രധാന ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി 1942 പ്രേമലേഖനം. 1985 പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ PA ബക്കർ. 2017 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയെടുത്ത സംവിധായകൻ അനീഷ് അൻവർ. മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീർ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതിയാണ് ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ജയകേസരിയിൽ. ബാല്യകാല സഖി, ഡുപ്പുപ്പാക്കൊരാനേണ്ടർന്ന്, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? മീ ഗ്രാൻഡാഡ് ആഡ് ആൻ എലിഫന്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ ഏതും തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്? പ്രഭ എന്ന തൂലികാനാമത്തിലാണ് എഴുതിയിരുന്നത്. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്ന മരമാണ് മാംഗോസ്റ്റീൻ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇമ്മിണി വല്യ ഒന്ന്, ഇത് ഏത് കൃതിയിലെ വാക്യമാണ്? ബാല്യകാല സഖി. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണത്? ചെവിയോർക്കുക അന്തിമ കാഹളം. 1990 ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവമുണ്ടായി. ഒരു പുസ്തകമാണതിന് ഇടയാക്കിയത്. ഏതാണ് ആ പുസ്തകം? ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി EM അഷ്റഫ് രചിച്ച കൃതിയാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം. ഇത് തെളിയിക്കുന്ന കഥ ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന് ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഭൂമിയുടെ അവകാശികൾ. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1981. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം പത്മശ്രീ. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1982. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരിയാണ് ബാലാമണി അമ്മ. ബഷീറിൻ്റെ ചരമദിനം ജൂലൈ 5. പ്രശസ്ത കവി ചങ്ങമ്പുഴിയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ചു ബഷീർ എഴുതിയ കൃതിയാണ് ഒഴിഞ്ഞ വീട്. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാകുന്ന കഥ തേന്മാവ്. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതിയാണ് തേന്മാവ്. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി നേരും നുണയും. ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാല സഖി. മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബഷീർ കൃതിയാണ് ബാല്യകാല സഖി. ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവീ നിലയം, ബാല്യകാല സഖി. ബാല്യകാല സഖി സിനിമയായി സംവിധാനം ചെയ്തവർ ആരൊക്കെയാണ്?
ശശികുമാർ 1967, പ്രമോദ് പയ്യന്നൂർ 2014. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര്? ഫാബി ബഷീർ. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിൻ്റെ കൃതി മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. സ്ഥലത്തെ പ്രധാന ദിവ്യനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ബഷീറിൻ്റെ ഏത് കഥാപാത്രമാണ്? കണ്ടംപറയൻ. ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരിയുമായ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ബഷീറിൻ്റെ എടിയെ. ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേര് ഫാത്തിമ ബീവി. ഫാബി ബഷീർ ബഷീറിൻ്റെ ഭാര്യയാണ്. ഫാത്തിമ ബീബി എന്നാണ് മുഴുവൻ പേര്. ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം MK സാനുവിന് ലഭിച്ച കൃതി ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ. 1944 ഈ ബഷീർ കൃതി നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു. ഏതാണ് കൃതി? പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കൃതി 1944 നിരോധിക്കപ്പെടുകയും അതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1943 പൂജപ്പുരയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്ത് ബഷീർ എഴുതിയ നോവലാണ് പ്രേമലേഖനം. അതായത് ജയിലിൽ കിടക്കുന്ന സമയത്ത്, രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ 1943 പ്രേമലേഖനം എന്ന നോവൽ എഴുതുന്നത്. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവലാണ് പ്രേമലേഖനം. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1981. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥം? IM അഷ്റഫ്. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? MA റഹ്മാൻ. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസാധനം ചെയ്യപ്പെട്ട ആദ്യ കൃതിയാണ് പ്രേമലേഖനം. 1943 പ്രേമലേഖനം എഴുതുന്നത്. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? തങ്കം. തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. ആരാണത്? MP പോൾ. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണിത്, വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതിയാണ് ബാല്യകാലസഖി. ബാല്യകാലസഖി അറബിയിലേക്ക് മൊഴിമാറ്റിയത് മലയാളിയായ സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫിയാണ്. ബഷീറിൻ്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ്. എന്താണ് ആ വാക്കിനർത്ഥം? ഇപ്പോൾ വിടർന്ന പുഷ്പം. ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യം. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആരാണ്? മമ്മൂട്ടി. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്? നീലവെളിച്ചം. നീലവെളിച്ചം എന്ന കൃതിയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രം. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യനടൻ പത്മദലാക്ഷൻ പ്രസിദ്ധനായ പേര് കുതിരവട്ടം പപ്പു. ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? N. വിൻസെൻ്റ്. ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ബഷീറിനെ വിശേഷിപ്പിച്ചതാര്? MK സാനു. ഏകാന്തവീഥിയിലെ അവധൂതൻ എന്നറിയപ്പെടുന്നതും വൈക്കം മുഹമ്മദ് ബഷീറാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് MK സാനുവാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഏകാന്തവീഥിയിലെ അവധൂതൻ. ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന
ജീവചരിത്ര ഗ്രന്ഥം MK സാനുവാണ് രചിച്ചത്. 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം MK സാനുവിന് ലഭിച്ച കൃതിയും ഏകാന്ത വീഥിയിലെ അവധൂതനായിരുന്നു. ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിലും ബഷീറായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ബാല്യകാല സഖിയിലും നായകനായി അഭിനയിച്ചതും മമ്മൂട്ടിയാണ്. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്ന്? ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്നതിലുള്ളതാണ്. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥയാണ് ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആടിനാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടെ പേരുള്ളത്. ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് 1994 ഓഗസ്റ്റിലാണ്. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് P. ഭാസ്കരനാണ്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാല സഖിയാണ്. ബാല്യകാല സഖി എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ബഷീറിൻ്റെ ചരമദിനം ജൂലൈ 5. ഇനിയും പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കാണുന്നത് വരെ ബായ്.